ഇപ്പം എനിക്കാണെങ്കിൽ എല്ലാവർക്കും ഒക്കെ സ്വല്പം ഉള്ളത് ഈ അഹങ്കാരം എന്നൊക്കെ പറയുന്ന സാധനം അത് നമുക്കെല്ലാം അറിയാം. നല്ല കാര്യമാണ്, എല്ലാം അറിയുന്നത് നല്ലതാണ്. പക്ഷെ ചിലപ്പോഴും നമ്മുടെ ഈ അറിവ് നമ്മളെ ചതിച്ചു കളയും. മുഖപക്ഷമില്ലാത്ത ദൈവം പറയാ, സ്വതവേ ഞാൻ നിനക്ക് വേണ്ടി വാതിലുകൾ തുറന്നു തരാൻ പോകുന്നു. ബട്ട് യു ഷുഡ് ലിവ് ഇൻ മൈ പ്രസൻസ്. എൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കണം. എൻ്റെ സ്റ്റാൻഡേർഡ് നീ മെയിൻറ്റെയിൻ ചെയ്യണം. കുറച്ച് നാളുകളായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിരിക്കുന്ന ഒരു തിരുവചന ഭാഗമുണ്ട്. അത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ. അതിന് ആമുഖമായിട്ടൊരു കാര്യം ഞാൻ പറയാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് കാര്യവും എക്സ്പീരിയൻസിന് ചേർത്ത് വെച്ചിട്ടാണ് പറയുന്നത്, അല്ലേ? കാർ ഓടിക്കുന്നതിനൊരു എക്സ്പീരിയൻസ് ഉണ്ട്, നടക്കുന്നതിനൊരു എക്സ്പീരിയൻസ് ഉണ്ട്, പ്രസംഗിക്കുന്നതിനൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എല്ലാത്തിനും ഒരു അനുഭവ സമ്പത്ത് എന്ന് പറയുന്ന സാധനമുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മുടെ അനുഭവ സമ്പത്ത് നമുക്ക് കൂട്ടു നിൽക്കത്തില്ല. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. വളരെ ലളിതമായ എക്സാമ്പിളാണ്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒന്നല്ലെങ്കിൽ പല പ്രാവശ്യവും നേരിട്ടിട്ടുള്ള അനുഭവമാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്, ഒരു ഓഫീസിലാകട്ടെ, ഒരു സ്ഥാപനത്തിൽ കടന്നു പോകുമ്പോൾ അവിടെ പലയിടത്തും ഈ ഗ്ലാസ് പാനലിൻ്റെ ഡോർസ് ആയിരിക്കും ഉള്ളത്. അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്ത് ഗ്ലാസ് ഡോഴ്സുകളായിരിക്കും പലയിടത്തും ഉള്ളത്. അപ്പോൾ ഈ പലയിടത്തും അപകടങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗ്ലാസ് തട്ടി, ഗ്ലാസ് മറിഞ്ഞു വീണ് അപകടം സംഭവിച്ച ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനെതിരെ പലയിടത്തും കേസുകൾ തന്നെ ഇപ്പം നിലവിലുണ്ട്. അപ്പം ഞാൻ പറയുന്നത് വളരെ ലളിതമായൊരു കാര്യമാണ്. നമ്മുടെ അനുഭവ സമ്പത്തിൻ്റെ അതിനെ ഒന്ന് ഒടിക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഇപ്പം എനിക്കാണെങ്കിൽ എല്ലാവർക്കും ഒക്കെ സ്വല്പം ഉള്ളതാണ് ഈ അഹങ്കാരം എന്നൊക്കെ പറയുന്ന സാധനം. അത് നമുക്കെല്ലാം അറിയാം. നല്ല കാര്യമാണ്, എല്ലാം അറിയുന്നത് നല്ലതാണ്. പക്ഷെ ചിലപ്പോഴും നമ്മുടെ ഈ അറിവ് നമ്മളെ ചതിച്ചു കളയും. ഒരു എക്സാമ്പിൾ, എൻ്റെ ക്ലിനിക്കിൽ ഇതുപോലെ അലുമിനിയം ഫാബ്രിക്കേഷനൊക്കെ ചെയ്ത ഡോറുണ്ട്. ഒരു കൊച്ചു ക്ലിനിക്കാണ്. അപ്പോൾ അവിടെ ഈ ഡോറിൻ്റെ മുമ്പിൽ പുള്ളെന്നും എഴുതി വെച്ചിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ പുഷെന്നും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും ഇതുപോലെ ഡോറ്, എപ്പോഴും നമുക്കിപ്പോൾ ഡോറൊന്നും ആരും തുറന്നു തരത്തൊന്നുമില്ല, അല്ലേ? പലപ്പോഴും പുള്ളെന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? പുഷ് ചെയ്യും. പുഷ് ചെയ്യേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യും? പുള്ളിയും. ഡോറ് തുറക്കുവോ? ഇല്ല. ഇത് സാമാന്യം ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് അറിയാവുന്നവർ പോലും ചെയ്യുന്നതാണ്. ഒരു നിമിഷം അവരുടെ മൈൻഡ് അങ്ങ് പോവും കയ്യിൽ നിന്ന്. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ക്ലിനിക്കിൽ തന്നെ. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പോകുമ്പോൾ ദയവായി വന്നതുമായിട്ട് മടങ്ങിപ്പോവുക, ഡോറും കൊണ്ട് പോകരുത്. കാരണം ഇതിങ്ങനെ ഇരുന്ന് കുലുങ്ങുന്നത് കാണുമ്പോൾ എൻ്റെ നെഞ്ചാ കലങ്ങുന്നത്. ആ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ പാനൽ മൊത്തം ഇരുന്ന് കുലുങ്ങും. കാരണം പുഷ് ചെയ്യേണ്ട സ്ഥലത്ത് ഇവർ പുള്ളി ചെയ്യേണ്ട സ്ഥലത്ത് ഇവരെന്ത് ചെയ്യും? പുഷി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്കിതൊക്കെ അറിയാമെങ്കിലും ആ രണ്ട് വാക്കുകൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? കൺഫ്യൂസ്ഡ് ആക്കി കളയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുഷ് ചെയ്യേണ്ട സ്ഥലത്ത് പുള്ളി ചെയ്താ ഡോറ് തുറക്കുമോ? ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ തള്ളേണ്ട സ്ഥലത്ത് വലിക്കാനും പാടില്ല, വലിക്കേണ്ട സ്ഥലത്ത് എന്ത് ചെയ്യണം? തള്ളാനും പാടില്ല. ഡോറ് തുറന്ന് കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത്രയും നാള് ഞാൻ പറയട്ടെ, 2026 ഇതിപ്പം ഏകദേശം ഫെബ്രുവരി പകുതിയിലെത്തി നമ്മൾ, അല്ലേ? ഇത്രയും വർഷം നമ്മൾ പലപ്പോഴും പുഷ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന എന്താണെന്നറിയോ? പുള്ളിങ് ആയിരുന്നു. ഈ പുള്ളി ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താ? പുഷിങ് ആയിരുന്നു. നമ്മൾ എന്താണ് കരഞ്ഞുകൊണ്ടിരുന്നത്? ഡോറ് തുറന്ന് കിട്ടിയില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വാതിൽ തുറന്ന് കിട്ടിയില്ല. ഇതാണ് നമ്മുടെ വിലാപം, നമ്മുടെ ദുഃഖം, നമ്മുടെ പ്രയാസം, നമ്മുടെ നിലവിളി. ദിവസവും ഇത് തന്നെയാണ് ദൈവസന്നിധിയിൽ. കർത്താവേ, ഞാൻ എത്ര പ്രാർത്ഥിച്ചു, എത്ര ശ്രമിച്ചു. കാരണം തെറ്റായ രീതിയിലാണ് തുറക്കാൻ ശ്രമിക്കുന്നത്. വലിച്ചു തുറക്കേണ്ട സ്ഥലത്ത് തള്ളിക്കൊണ്ടിരിക്കുക, തള്ളേണ്ട സ്ഥലത്ത് വലിച്ചുകൊണ്ടിരിക്കുക. ഡോറ് തുറന്നു കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പുഷിൻ്റെ സ്ഥലത്ത് പുള്ളിൻ്റെ സ്ഥലത്ത് പുഷുമായി ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ ഈ 2026 വർഷം എൻ്റെ കർത്താവ് പറയാം, ഒരു ഓട്ടോമാറ്റിക് ഡോറ് നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയിരിക്കുന്നതിനായിട്ട് ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം. ഹല്ലേലൂയ, ജീസസ്.
ഒരു ഏകദേശം 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കലും നമുക്ക് ഓട്ടോമാറ്റിക് ഡോറിനെ കുറിച്ച് ഒരു സെൻസും നമുക്കില്ലായിരുന്നു അല്ലേ. ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാം, നമ്മളിങ്ങനെ നോക്കും എത്ര ഡിസ്റ്റൻസ് വരെ ചെന്നാലാണ് ഓട്ടോമാറ്റിക്കായിട്ട് ഡോറ് തുറക്കുന്നത്. അവിടെ ദൈവത്തിന് അറിയാം, ഇനി ഇവനെ കൊണ്ടോ ഇവളെ കൊണ്ടോ പുഷും പറ്റത്തില്ല, പുള്ളും പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ വല്ലോ? ഇനി ഈ വ്യക്തിയെ കൊണ്ട് പുഷ് ചെയ്ത് അതെന്ത് പറ്റി, ഒരാൾ പുഷ് ചെയ്യുന്ന കാണുമ്പോൾ പുള്ളി അനുസരിച്ച് കൂട്ടത്തോടെ വന്ന് തള്ളുന്നത്. വലിക്കേണ്ട സ്ഥലത്ത് ഒന്നല്ല, കൂട്ടായ്മ, ഭയങ്കര കൂട്ടായ്മയാണ്. തുറക്കേണ്ട സ്ഥലത്ത് കൂട്ടായ്മ ആചരിച്ചുകൊണ്ട് തള്ളുക, എല്ലാം കൂടെ മറിഞ്ഞടിച്ച് വീഴുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 12-ാമത്തെ അധ്യായത്തില് പത്രോസിനെ പുറത്തിറക്കിയപ്പോൾ അതിൻ്റെ 10-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു: അവർ 1-ാം കാവലും 2-ാമത്തേതും കടന്നു പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പ് വാതിൽക്കിലെത്തി, അത് അവർക്ക് സ്വതവേ തുറന്നു. എങ്ങനെ തുറന്നെന്നാ പറയുന്നേ? അവർക്ക് സ്വതവേ തുറന്നു. ഹല്ലേലൂയ. അവിടെ ഒരു മനുഷ്യന്റെയും സഹായം വേണ്ടി വന്നില്ല. അവിടെ പത്രോസിന് വേണ്ടി എൻ്റെ കർത്താവ് വാതിൽ സ്വതവേ തുറന്നു കൊടുക്കുവാൻ മതിയായവനായിരുന്നെങ്കിൽ, ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് ഇവിടെ ഇരിക്കുന്ന ലൈഫ് ഫെലോഷിപ്പ് സഭയിലെ പ്രിയപ്പെട്ട അംഗങ്ങളോട് പറയുക, നിങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഓട്ടോമാറ്റിക്കായിട്ട് ചില ഡോറുകളെ തുറന്നു തരാൻ പോകുന്ന കൃപയ്ക്കായി ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം. ജീസസ്, ഹല്ലേലൂയ. ചില വാതിലുകൾ സ്വാഭാവികമായിട്ട് സ്വതവേ തന്നെ താങ്കൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി തുറക്കാൻ പോകുന്ന നാളുകളായിരിക്കാൻ പോകുന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഒറ്റ കാര്യമാണ് ദൈവം ആവശ്യപ്പെടുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഡോറ് നമ്മൾ എന്ത് ചെയ്യണം? സെൻസ് ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിന്നിട്ട് അവിടെ ഡോറ് തുറക്കുന്ന ആജ്ഞാപിച്ചാൽ തുറന്നു കിട്ടുന്ന ഒരു വാതിലല്ലാതെ, യു ഷുഡ് ക്യാരി ജീസസ് വിത്ത് യു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആ സാന്നിധ്യം, ദൈവത്തിന്റെ ആ വലിയൊരു പ്രസൻസ്, when the presence of God is within you, ഒരു വാതിലും നിനക്ക് മുമ്പായി അടയപ്പെടാൻ പോകുന്നില്ല. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, no trials are going to destroy us. ഒരു ട്രിബുലേഷനും ഒരു ട്രയലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ തകർക്കാൻ പോകുന്നില്ല. നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങനെ ആരെങ്കിലും അപ്പോസ്തല കാലഘട്ടത്തിൽ പലരും തകർന്നു വീണേനായിരുന്നു. ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വസ്തുതകൾ അത് യഥാർത്ഥത്തിൽ നടന്നതാണ്, സത്യമാണ് എന്ന് അംഗീകരിക്കുന്ന നമ്മളോട് കർത്താവ് പറയുക, ഒരു ട്രയലിനും ഒരു ട്രിബുലേഷനും ഒരു പെർസിക്യൂഷനും നമ്മുടെ പ്രവർത്തനത്തെ, കർത്താവിനെ സാക്ഷീകരിക്കുന്നതിനെ തടയാനായിട്ട് സാധിക്കത്തില്ല. God is going to open an automatic door for you. Jesus. Praise the Lord. ഒരു മനുഷ്യന്റെയും സഹായം അവിടെ ആവശ്യമില്ല, ഒരു ഇസത്തിൻ്റെയും സഹായം അവിടെ ആവശ്യമില്ല. ഒരു സുവിശേഷ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പറയാം, നമുക്ക് വേണ്ടി തക്ക സമയത്ത് നമ്മൾ കർത്താവിനെ വഹിച്ച്, കർത്താവിനെ ധരിച്ച് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ കർത്താവ് തുറന്നു തരാൻ പോകുന്ന വാതിലുകളെ ഓർത്ത് ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം. ഓട്ടോമാറ്റിക്കായിട്ട് മുഖപക്ഷമില്ലാത്ത ദൈവം പറയാ, സ്വതവേ ഞാൻ നിനക്ക് വേണ്ടി വാതിലുകൾ തുറന്നു തരാൻ പോകുന്നു. ബട്ട് യു ഷുഡ് ലിവ് ഇൻ മൈ പ്രസൻസ്. എൻ്റെ സാന്നിധ്യത്തിൽ ജീവിക്കണം, എൻ്റെ സ്റ്റാൻഡേർഡ് നീ മെയിൻറ്റെയിൻ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം വരുന്നത്. ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യണം, നമ്മളത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോഴും ഞാൻ ചോദിച്ചതാ, ഇത് ആദ്യം പറയണോ അവസാനം പറയണോ? ആദ്യം പറഞ്ഞാൽ പിന്നെ പ്രശ്നം തീർന്നല്ലോ. നല്ല കാര്യം ആദ്യമേ പറഞ്ഞു തീർത്തു. ഇനി പറയാൻ പോകുന്ന കാര്യം ചിലപ്പോൾ അത്ര സൂഹിക്കുന്ന കാര്യമായിരിക്കത്തില്ല. അതുകൊണ്ട് ആദ്യം മധുരം ഞാൻ വിളമ്പി. പ്രൈസ് ദി ലോർഡ്. ഓട്ടോമാറ്റിക്കായിട്ട് കർത്താവിനെ വഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ദൈവവേലയ്ക്കായിട്ട് തീക്ഷ്ണതയോടെ ഇറങ്ങിയിരിക്കുന്നവർക്ക് വേണ്ടി ദൈവമായ കർത്താവ് സ്വതവേ വാതിലുകൾ തുറന്നു തരാൻ പോകുന്നതിനായിട്ട് സ്തോത്രം. പെർസിക്യൂഷൻസിനെ ഒന്നും കണ്ട ആരും വിഷമിക്കണ്ട. അതെല്ലാം സ്വാഭാവികമായിട്ട് അന്നത്തെ കാലഘട്ടത്തിലും നടന്നിരുന്നു, ഇന്നത്തെ കാലഘട്ടത്തിലും അത് നടന്നുകൊണ്ടേയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്ക് കുറച്ചും കൂടെ നവമാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയയുടെ സാന്നിധ്യം അധികമുള്ളത് കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ അപ്പോൾ അറിയുന്നു, അത്രയേ ഉള്ളൂ. അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാത്തതിരുന്നുകൊണ്ട് ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർ മനസ്സിലാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ദൈവികമായി അതിനെ
ഏറ്റെടുത്തിരുന്നു. ഹല്ലേലൂയ. ഈ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്, ഇപ്പം ഞങ്ങളെപ്പോലെ ഈ ട്രൈബൽ മിഷനെ പോലെ ഉള്ള സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾക്ക് എവിടെ ചെന്നാലും പലപ്പോഴും എതിർപ്പുകളാണ്. അല്ലാതെ ഒരു ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടോ അല്ല IAS കാരനാണെന്ന് പറഞ്ഞിട്ടോ ഒന്നും അവിടെ ചെന്നിട്ട് ഒരു കാര്യമില്ല. ഒരു ഊരിലേക്ക് ചെന്ന് കയറുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യവസ്ഥകൾക്ക് വിപരീതമായി സംസാരിക്കുന്ന ഏവനും ശത്രുക്കളാണ്. അവർ ചിലപ്പോൾ നമ്മളെ നിഷ്കരണം തള്ളിക്കളയും. നമ്മുടെ വാക്കുകൾക്ക് ചെവി തരാൻ അവർ സ്വീകരിക്കത്തില്ല. അതൊരു മിടുക്കാട്ടോ. ദൈവത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ 45 പേരുമായിട്ട് പോയ കൂട്ടത്തിൽ ഞാനും പോയതാ. അപ്പം ചിലവർക്കെല്ലാം ആവേശമാണ്. ചില ആൾക്കാരെ കാണുമ്പോൾ എന്താ ആവേശം, ഈ ആവേശം കയറുമ്പോൾ എന്താ പറയുന്നത് അതൊന്നും ഏക്കത്തില്ല. അവർ പറയും പൊക്കോളാൻ പറയും. ഫസ്റ്റ് ഓഫ് ഓൾ അവരുമൊത്ത് ജീവിക്കാനായിട്ടുള്ളൊരു മനസ്സ് വേണം. ഇവിടെ ഇരിക്കുന്ന പലരും ട്രൈബൽ മിഷനോട് വളരെയധികം സ്നേഹത്തോടെ, ഏറ്റവും പറയില്ല ഒരാളിരിപ്പുണ്ട്, ഇവിടെ ഒരാളിരിപ്പുണ്ട്, ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ മിഷനുമായിട്ട്. AJ ജോസ് സാറ്, ജേക്കബ് സാറ്, എബ്രഹാം അങ്കിള്, എല്ലാവരും പ്രൈസ് ദി ലോർഡ് മിഷനുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നവരാണ്. അവരെല്ലാം കുറച്ചെങ്കിലും അനുഭവസ്ഥരാണ് ഇതിനെക്കുറിച്ച്. ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് കുറച്ചെങ്കിലും അനുഭവസ്ഥരാണ്. ഹല്ലേലൂയ. ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലെ 14-ാമത്തെ അധ്യായത്തിൽ അതിനകത്ത് പൗലോസിനെ വല്ലാണ്ട് അവർ മർദ്ദിക്കുക അല്ലെ. അതിൻ്റെ 19 മുതൽ താഴോട്ട് ഉള്ള തിരുവചനങ്ങളിൽ പൗലോസിനെ കല്ലെറിഞ്ഞ് അവൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ഇഴച്ചു കളഞ്ഞാലൊന്നും തീരുന്നതാണോ നമ്മുടെ പ്രവർത്തന ശൈലി എന്ന് പറഞ്ഞാണോ? ഹല്ലേലൂയ ആണോ? അല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയൊന്നും നമ്മളെ ചത്തു എന്ന് പറഞ്ഞ് കളഞ്ഞാൽ പോലും നമ്മൾ എഴുന്നേൽക്കുന്നത് എങ്ങനെയാ? വർദ്ധിത വീര്യത്തോടു കൂടിയാ. അത് നമ്മൾ ഈ എന്തെങ്കിലും കോംപ്ലാൻ കുടിച്ചത് കൊണ്ടോ ഹോർലിക്സ് കുടിച്ചത് കൊണ്ടൊന്നും അല്ല. നമ്മളിൽ പ്രവഹിക്കുന്ന സ്വർഗീയ ശക്തി, ഹല്ലേലൂയ ജീസസ്, ആ ഒരു സ്വർഗീയ അനുഭവം, നമ്മൾ ചാവേണ്ടവനല്ല എന്നുള്ള ബോധ്യം, നമ്മൾ ഇനിയും പ്രകാശിക്കേണ്ട വ്യക്തിയാണെന്നുള്ള ആ ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ കിടക്കുക. അതുകൊണ്ട് ചാവത്തൊന്നുമില്ല. ഇവിടെ പൗലോസ് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ 22-ാമത്തെ വചനം പറയുന്നു, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ച് പോന്നു എന്നാണ് വചനം പറയുന്നത്. അതാണ് ഞാൻ പറഞ്ഞു, ഒരു ട്രയലും ഒരു ട്രിബുലേഷനും ഒരു പെർസിക്യൂഷനും ഒരിക്കലും നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്നില്ല. അതല്ല, കൂടുതൽ വർദ്ധിത വീര്യത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി തരുന്നത്. ഹല്ലേലൂയ. അയ്യോ എന്ത് തണുപ്പ്. ഹല്ലേലൂയ ജീസസ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഓർക്കുക, അനേകം കഷ്ടങ്ങളിൽ കൂടി നമ്മൾ പ്രവർത്തിച്ചാൽ മാത്രമേ ദൈവരാജ്യത്തിൽ എത്തപ്പെടുകയുള്ളൂ. അല്ലാതെ ഇറ്റ്സ് നോട്ട് എൻ ഈസി ജേർണി അല്ലേ, ഇറ്റ്സ് നോട്ട് എൻ ഈസി തിങ്. നമ്മൾ ദൈവത്തിന് വേണ്ടി എഴുന്നേറ്റ് പ്രകാശിക്കണം എന്ന് പറയുമ്പോൾ എന്ത് കൂളായിട്ട് നമ്മൾ പറയാം, റൈസ് ആൻഡ് ഷൈൻ എന്നൊക്കെ നമ്മൾ 2 വാക്കിലങ്ങ് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് കോരിത്തരിപ്പ് വരും. എല്ലാവരും പറയും എന്തോ ഒരു കണ്ടോ രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കുക എന്ന് പറയും. അതേസമയം നമ്മുടെ രോമത്തിൽ തൊട്ട അപ്പം തീർന്നു, ആ രോമാഞ്ചമൊക്കെ അങ്ങ് തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഭയത്തിന്, ഇവിടെ ഇന്ന് പാട്ടൊക്കെ പാടിയെന്ന് തോന്നുന്നല്ലേ ഭയത്തിനെ കുറിച്ചൊക്കെ. ഭയത്തിന് ഇതൊക്കെ പാട്ടുപാടി എല്ലാം കേട്ടായിരുന്നല്ലോ അല്ലേ, എല്ലാവരും കൂടെയൊക്കെ പാടിയെന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്, നല്ല കാര്യം. പക്ഷെ ഭയത്തിന് അധീനരായി ജീവിക്കാൻ വേണ്ടിയല്ല വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് പറയാം, നിങ്ങൾക്ക് വേണ്ടി ചില ഓട്ടോമാറ്റിക്കായിട്ട് ചില ഡോറുകൾ തുറക്കാൻ പോകുന്നതിനായിട്ട് ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം. ഇനി അടുത്ത ഒരു ഭാഗത്തേക്കും കൂടെ പോവാം. ഒരു 15 മിനിറ്റും കൂടെ ഞാൻ സംസാരിച്ചോട്ടെ, കുഴപ്പമുണ്ടോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗം അത്ര സുഖമുള്ള കാര്യമൊന്നും ആയിരിക്കത്തില്ല, സാരമില്ല, എനിക്കും കൂടെ വേണ്ടിയുള്ള ഭാഗമാണ്, അതൊരു പ്രശ്നമില്ലല്ലോ. വീണ്ടും വീണ്ടും ഞാൻ ലൈഫ് ഫെലോഷിപ്പ് വന്ന് എന്താ പ്രസംഗിക്കേണ്ടത് കാരണമാണ് ഇവിടെ ബുദ്ധിരാക്ഷസന്മാരാ മുഴുവൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളി പുള്ളി തെറ്റാതെ ബൈബിളൊക്കെ കാണാതെ പറഞ്ഞു കളയും. ഇവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ മാർക്കിട്ട് കളയും. പോരാ, 10ൽ 1 ഉള്ളൂ, 1/2 മാർക്കേ കിട്ടിയുള്ളൂ എന്നൊക്കെ പറയും. കർത്താവിനോട് ഞാൻ ചോദിച്ചു, ഇവർ മാർക്കിട്ടാലോ? സാരമില്ലടാ, നീ പോയി പറ, അവർ മാർക്കിട്ടോട്ടെ, അത് അവരുടെ ദൗത്യം, അത് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, നീ പറയാനുള്ളത് പറഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ സ്തുതിക്കുന്നു. നമുക്കിനി പതുക്കെ ഉൽപ്പത്തി പുസ്തകത്തിലോട്ടൊന്ന് വരാം. ഹല്ലേലൂയ. നമ്മൾ വാതിലിനെ കുറിച്ചൊക്കെ ഗംഭീരമാണ്. ഇത് ഞാൻ ചിലപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും, വീണ്ടും വീണ്ടും ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നാവാത്തത് കൊണ്ടായിരിക്കും. നിങ്ങളല്ല, എന്നെപ്പറ്റി ഞാൻ പറയും, ഞാൻ നന്നാവത്തോണ്ടായിരിക്കും. പിന്നെയും ചില പ്രസംഗങ്ങൾ ആവർത്തിക്കുന്നത്, റിപ്പീറ്റേഷൻ വരുന്നത് വേറെ സ്റ്റഫൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല. എൻ്റെ കയ്യിൽ സ്റ്റഫൊന്നുമില്ല, പക്ഷെ കർത്താവിന് തരാൻ സ്റ്റഫുണ്ട്.
എനിക്ക് തരാൻ പ്രസംഗിക്കാൻ വിഷയങ്ങളുണ്ടെങ്കിലും ചിലതൊക്കെ വീണ്ടും വീണ്ടും എന്നെ കൊണ്ടിങ്ങനെ ഓർമ്മിപ്പിക്കും. അതെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ ശരിയാവത്തുണ്ടായിരിക്കാം. അതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങളൊന്നും കുഴപ്പക്കാരായതുകൊണ്ടൊന്നും അല്ല കേട്ടോ. അത് ആദ്യമേ ഞാൻ പറയാം. നമ്മൾ ഈ വാതിൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില വാതിലുകൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എല്ലാവർക്കും തുറന്നു കൊടുക്കുമോ? ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടു, എൻ്റെ നാട് മണക്കാടാണ്, ആറ്റുകാലാണ്. അവിടെയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത്, ഒറ്റയ്ക്കല്ല, ഒരു വയസ്സായ ഒരു അമ്മയെ ഭീഷണിപ്പെടുത്തി മാലയെല്ലാം വലിച്ചൂരിക്കൊണ്ട് പോയ ഒരു വാർത്ത നമ്മൾ കണ്ടല്ലേ. ആ അമ്മ എന്ത് ചെയ്തു? ഹരിതകർമ്മസേനയിൽ അംഗങ്ങളാന്ന് പറഞ്ഞ് വന്നപ്പോഴത്തേക്കും തെറ്റിദ്ധരിക്കപ്പെട്ടപ്പോഴത്തേക്കും അവർ വാതിൽ തുറന്നു കൊടുത്തു. വാതിൽ തുറന്നു കൊടുത്തപ്പോൾ ഇവരെന്ത് ചെയ്തു? 3 പേര് അകത്ത് കയറി മുഖമൊക്കെ കൂടെ പിടിച്ചു വെച്ച് കഴുത്തിലെ മാല വളയൊക്കെ ഊരിയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. അപ്പം എന്ത് പറ്റി അവിടെ? ഈ അമ്മ അവരെ വിശ്വസിച്ച് എന്ത് ചെയ്തു കൊടുത്തു? വാതില് തുറന്നു കൊടുത്തു. അപ്പം അതുപോലെ ഈ ക്രിസ്തീയ ജീവിതത്തിനകത്ത് ചില വാതിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? തുറക്കരുത്. പറ്റിക്കപ്പെടും. ഇപ്പം 65 വയസ്സെങ്ങാണ്ടുള്ള അമ്മയാ, ജീവിതത്തിൽ നല്ല അനുഭവ സമ്പത്തുള്ളതാ. മാത്രമല്ല എൻ്റെ വീടിൻ്റെ അടുത്താണ്, വളരെയധികം അടുത്തടുത്ത് വീടുകളുള്ളതും ഒരു അപ്പാർട്ട്മെൻറ്റാണ്. അവിടെയാണ് വാതിൽ തുറന്നു കൊടുത്ത് അകത്ത് കയറി ആക്രമണം നടത്തിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ചില വാതിലുകൾ കാണും. അപ്പുറത്ത് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്തുകൊണ്ടിരിക്കും? തട്ടിക്കൊണ്ടിരിക്കും. നല്ല മനോഹരമായ ശബ്ദത്തിൽ ഒന്ന് തുറക്കാമോ എന്നൊക്കെ ചോദിക്കും. തുറന്നു കൊടുത്ത വിവരം അറിയും. പ്രൈസ് ദി ലോർഡ്. തുറന്നു കൊടുത്ത എന്ത് പറ്റും? വിവരം അറിയും. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിനകത്ത് അങ്ങനെ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. അത് പറയുമ്പോഴത്തേക്ക് ആരും എന്നെ ഓടിക്കരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഇത് പറയുന്നത് ഡോണ്ട് ഓപ്പൺ ഡോർ ഫോർ സിൻ എന്നാണ് പറയുന്നത്. പാപത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യരുത്? വാതില് തുറന്നു കൊടുക്കരുതെന്ന് കൃത്യമായി പറയുന്നു. അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 4 അതിൻ്റെ 7-ാമത്തെ തിരുവചനം പറയുന്നു, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. നന്മ എവിടെ കിടക്കുന്നു എന്ന് പറയുന്നത്, നന്മ ചെയ്തില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. പാപം എവിടെ കിടക്കുന്ന പറയുന്നത്? വാതിൽക്കൽ കിടക്കുന്നുണ്ട്. ഈ പാപം നമ്മളിങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക. വാതില് എല്ലാം നമ്മുടെ വീട്ടിലുള്ളവർ കടന്നു വരുമ്പോൾ നമുക്കറിയാം അവർ തട്ടും. എൻ്റെ വീട്ടിലാണെങ്കിൽ കോളിമ്പല്ല് ചീത്തായിട്ട് 6 മാസമായി. ഉള്ള കാര്യം പറയുക, തിരുവനന്തപുരം പട്ടണത്തിൽ കവടിയാറാ താമസിക്കുന്നത്. എൻ്റെ വീട്ടിലെ കോളിമ്പല്ല് കേടായിട്ട് 6 മാസത്തിൽ കൂടുതലായി. പല ഇലക്ട്രീഷ്യന്മാരും വന്നു നോക്കി പരാജയപ്പെട്ടു പോയി. വളരെയധികം ഗഹനമായി PhD വരെ എടുക്കാൻ സാധ്യതയുള്ള ഇലക്ട്രീഷ്യന്മാർ പോലും തോറ്റു നിൽക്കുക. ആ കോളിമ്പല്ല് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഡ്രിപ്പാവും. അതുകൊണ്ട് പലരും പരാജയപ്പെട്ട് മടങ്ങിപ്പോയി. അപ്പം കോളിമ്പല്ല് ഇല്ല. വാസ്തവം പറയുന്ന കള്ളമല്ല. അപ്പം ഈ കോളിമ്പല്ല് ഇല്ലാത്ത നമ്മൾ തട്ടുന്നതിനൊരു രീതിയുണ്ട്. ആ തട്ടുന്ന രീതി കാണുമ്പോൾ എൻ്റെ വൈഫിനറിയാം ഇത് അങ്ങേര് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ മോൻ വന്നിട്ടുണ്ട്. ആ ഒരു ശൈലി കാണുമ്പോൾ അറിയാം. ആര് വന്നാലും വാതിൽ തുറന്നു കൊടുക്കുമോ? ഇല്ല. പിരിവുകാർ വന്നാൽ നമ്മൾ ഒട്ടും വാതിൽ തുറക്കത്തില്ല. നമ്മൾ തിരിച്ചറിയും പിരിവുകാരാ വന്നിരിക്കുന്നത്, ശല്യമാ, തുറക്കത്തില്ല. അപ്പം നമുക്കറിയാം അപകടം എവിടെയാന്നുള്ളത് നന്നായിട്ട് അറിയാം. അല്ലാതെ നമുക്ക് പരിചിതമല്ലാത്ത സാഹചര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യരുത്? വാതിൽ തുറന്നു കൊടുക്കരുത്. ഇവിടെ കയ്യനോട് പ്രത്യേകം പറഞ്ഞതാ, നന്മ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? പാപം വാതിക്കെ കിടപ്പുണ്ട്, അവൻ കയറാൻ വേണ്ടി കാത്തിരിക്കുക. ഇതിനകത്ത് ഏറ്റവും മനോഹരമായൊരു കാര്യമുണ്ട്. ഈ കയ്യനും ആബേലും കൂടെ ഭയങ്കര ഫെലോഷിപ്പിലായിരുന്നു. അവരൊരുമിച്ചാ പോയത്. അപ്പൊ ഈ കൂടെ നടക്കുന്നവനെ സൂക്ഷിച്ചോണം എന്നാ കർത്താവ് പറയുന്നത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിക്കുന്നവരോടും പറയാം, കൂടെ നടക്കുന്നവരെയും കൂടെ നിങ്ങൾ എന്ത് ചെയ്തോണം? സൂക്ഷിച്ചോണം. പ്രൈസ് ദി ലോർഡ്. അവർ കൂടെ നടക്കും, ഭയങ്കര ഫെലോഷിപ്പ്, ഒരുമിച്ച് കൂടെ കാണും. പക്ഷെ ചിലപ്പോൾ തട്ടിക്കളയും. ഈ തട്ടിക്കളയുമ്പോൾ അത്ഭുതം തോന്നരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിനകത്ത് വചനം പറയുന്നുണ്ട്, കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവർ ഹാബേലിനോട് നാം വയലിലേക്ക് പോക എന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കയ്യൻ തന്റെ അനുജനെ ഹാബേലിനോട് കയർത്ത് അവനെ കൊന്നു എന്നാണ് പറയുന്നത്. അവരൊരുമിച്ചിരിക്കുകയായിരുന്നു. അല്ല, അവർ അവിടെ നിന്ന് അടി തുടങ്ങിയില്ല. ഭയങ്കര സ്നേഹത്തിൽ അവർ വയലിലേക്ക് പോകുന്നത്. ഇതൊക്കെ ദൈവം പറഞ്ഞിരുന്ന ഓരോ സന്ദേശങ്ങളാട്ടോ. ഇവിടെ അടുത്തിരിക്കുന്നവരെ സംശയിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ജീവിതം പരിശോധിക്കാൻ വേണ്ടി നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. എല്ലാം കയറി അങ്ങ് കണ്ണടച്ച് എന്ത് ചെയ്യരുത്? വിശ്വസിക്കരുത്. ദൈവത്തിന് ആശ്രയിക്കണം. ഇന്ന് പ്രിയപ്പെട്ട പാസ്റ്റർ 20-ാം സങ്കീർത്തനം എടുത്തപ്പം ദൈവാശ്രയത്തെക്കുറിച്ച് ഇവിടെ ഇന്ന് സങ്കീർത്തനങ്ങളോട് നമ്മൾ കേട്ടു. ഹല്ലേലൂയ. അപ്പം നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ
നമുക്കറിയാൻ പറ്റും ഏത് വാതിൽ തുറന്നു കൊടുക്കണം, ആർക്ക് വാതിൽ തുറന്നു കൊടുക്കാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, സ്വന്തം അനുജനെ പോലും തട്ടിക്കളയാൻ യാതൊരു രീതിയിലും മടി തോന്നിയില്ല. അയാൾക്കൊണ്ടത് ജലസാണ്, ആ എൻവിയാണ്, ആങ്കറാണ്. ഇതെല്ലാം നോക്കണം, ഇതെല്ലാം കൂടെ സമ്മിശ്രമായിട്ടങ്ങ് കലങ്ങി വരികയാണ്. ഒരാളോട് പെട്ടെന്ന് വൈരാഗ്യം വരികയാണ്. വളരെ മോശമാണ്. ഈ ശരിക്കും വിശ്വാസികളുടെ ഇടയിൽ ഇവിടെ അതൊന്നും ഇല്ലെന്ന് തന്നെ ഞാൻ കരുതുന്നത്. ഞാൻ ആരുടെയും മുഖത്തേക്ക് നോക്കുന്നില്ല. ഇവിടെ അങ്ങനെ വൈരാഗ്യമോ വാശിയോ വക്കാണമോ ഒന്നും ഇല്ലാത്ത സഭയായതുകൊണ്ട് കൊള്ളാം. പ്രൈസ് ദി ലോർഡ്. എല്ലാം സമാധാനത്തിലായിരിക്കണമല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു കാര്യം ഓർത്താണ്, ഇനി അങ്ങനെ പോയില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ട്. വാതിൽ നിങ്ങൾ കണ്ടവനും കണ്ടവൾക്കും തുറന്നു കൊടുക്കരുത്. അതിന് എന്ത് ചെയ്യണം? ചങ്കുറ്റത്തോടെ ആത്മാവിൻ്റെ നിറവിൽ നിന്നോണം. പ്രൈസ് ദി ലോർഡ്. ഇനി എന്നെ മിക്കവാറും വിളിക്കത്തില്ല ഇവിടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ശബ്ദം കേട്ടാലും വാതിൽ തുറന്നു കൊടുക്കുന്ന വൃത്തികെട്ട സ്വഭാവം നിർത്തിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വാതിലും പരവതാനിയും വിരിച്ചു കൊടുക്കരുത്. ദൈവം പറയുന്നവനല്ലാതെ, ദൈവം പറയുന്ന സാഹചര്യത്തിലല്ലാതെ ഒരിക്കലും നീ വാതിൽ തുറന്നു കൊടുക്കരുത്. തുറന്നു കൊടുത്താൽ പിന്നത്തേതിൽ അനുഭവിക്കുന്ന ആ വേദനയിൽ ദൈവത്തിന് യാതൊരു പങ്കുമില്ല. ജീസസ്. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതാണ് പറഞ്ഞ, ഔട്ട്സൈഡ് എവരിത്തിങ് ഇസ് ഓക്കെ, ഇൻവേർഡ് വെരി ബാഡ്. പുറമേ കാണുമ്പോൾ വളരെ മനോഹരം, സിറ്റുവേഷൻസ് ആർ വെരി ഓക്കെ, എല്ലാവരും മനോഹരമായിട്ട് ആണ് പെരുമാറുന്നത്. എന്തോ ഒരു സ്നേഹമാണെന്നറിയാമോ? ഞാൻ ഇവിടെ ഇരിക്കുന്ന ആരെയും പറയുന്നില്ല. കാണുമ്പോൾ ഓടി വരിക, മറ്റൊരുത്തൻ കെട്ടിപ്പിടിക്കുന്നതിനേക്കാൾ ഭംഗിയായിട്ട് കെട്ടിപ്പിടിക്കും. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ് പറയുമ്പോൾ കൈ പറിച്ചെടുത്തോണ്ട് പോകുന്നു തോന്നും. അത്ര സ്നേഹത്തിലാണ് ചെയ്യുന്നത്. പക്ഷെ എവറിത്തിങ് ഔട്ട്വേർഡ് എവറിത്തിങ് ഇസ് ഓക്കെ. പുറമെല്ലാം നല്ലതാ, ആകമേ മൊത്തം കുഴപ്പമാണ്. ഇവിടെ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ കൈയിൻ്റെ പുറമേ, അതുകൊണ്ടാണല്ലോ ആബേൽ വിശ്വസിച്ച് കൂടെ പോയത്. അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വയലിൽ പോയി ഇരുന്ന് സംസാരിച്ച് തീർക്കുകയായിരുന്നു കാര്യം. ഔട്ട്വേർഡ് എവറിത്തിങ് ഇസ് ഓക്കെ, ബട്ട് ഇൻവേർഡ് ബിറ്റർനെസ്, ഏറ്റവും വലിയ ദുരന്തമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണാൻ പഠിച്ചില്ലെങ്കിൽ, മറ്റുള്ളവരുടെ ഗുണം കൂടെ അന്വേഷിക്കാൻ, അതല്ലേ ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ താഴോട്ടുള്ള 4-ാമത്തെ തിരുവചനം വരെ നമ്മൾ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണാനുള്ളൊരു മിനിമം സ്വഭാവം. ഞാൻ കഴിഞ്ഞാൽ പിന്നെ പ്രളയം. എൻ്റെ പ്രാക്ടീസിൽ ഞാൻ ഒട്ടും ഫോളോ ചെയ്യാത്ത ഏറ്റവും കാതലായ കാര്യം അത്. ഞാൻ കഴിഞ്ഞാൽ ഡെന്റിസ്ട്രിയിലെല്ലാം പ്രളയമാണ്. ഒരിക്കലും അല്ല, അടുത്ത ആളുണ്ട്, എന്നെക്കാൾ മിടുക്കന ഒരാളുണ്ട് എന്നുള്ള നല്ല ബോധ്യം വേണം. ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പ്രളയമൊന്നും അല്ല. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എസ്റ്റീം അതേഴ്സ് ബെറ്റർ ദാൻ അവർസെൽവ്സ്. മറ്റുള്ളവർ എന്നെക്കാൾ, ഈ ഇരിക്കുന്ന സഹോദരൻ എന്നെക്കാൾ മിടുക്കനാണ്, എന്നെക്കാൾ കഴിവുള്ളവനാണ്, എന്നെക്കാൾ ശ്രേഷ്ഠതയേറിയനാണ്, ദൈവസന്നിധിയിൽ എന്നെക്കാൾ മാർക്ക് കൂടുതൽ കിട്ടുന്ന ആളാണെന്നുള്ള നല്ല ബോധ്യം വേണം എനിക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ശുശ്രൂഷയിൽ തിളങ്ങാനും ആ ഒരു ദൈവിക സമാധാനത്തെ നമ്മുടെ മുന്നോട്ട് നമുക്ക് പോകാനും സാധിക്കത്തുള്ളൂ. അല്ല, നമ്മൾ ശരിക്കും ബ്ലൈൻഡ് ആകുകയാണെങ്കിൽ, അന്ധനെ പോലെ കണ്ണു കാണാത്ത ഒരു അവസ്ഥയിലാണെങ്കിൽ, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ 9 മുതൽ 11 വരെയുള്ള തിരുവചനം, സ്വന്തം സഹോദരനെ പഹിക്കുന്ന ഒരിക്കലും വെളിച്ചത്തിലല്ല വസിക്കുന്ന അവൻ അന്ധനാണ്. പ്രൈസ് ദി ലോർഡ്. എന്ന് വെച്ചോണ്ട് എല്ലാത്തിനും കൂട്ടു നിൽക്കണം എന്നൊന്നും അല്ല പറയുന്നത്. പാപത്തെ തിരിച്ചറിയാനുള്ള സാമാന്യ വിവേകം നമുക്ക് വേണം. ഞാൻ പറയട്ടെ, എല്ലാത്തിനും വാതിൽ തുറന്ന് കൊടുക്കരുത്. ആര് വന്ന് മൂട്ടിയാലും വാതിൽ തുറന്നു കൊടുക്കുന്ന വികലമായ സ്വഭാവ വൈകല്യം, അത് തെറ്റാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ നമ്മൾ ഓവർ റൂൾ ചെയ്ത് കളയും. ഹല്ലേലൂയ. നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. ദൈവവചനം പറയുന്നു, സിൻ ഈസ് അറ്റ് യുവർ ഡോർ. പാപം വാതിൽക്കൽ തന്നെ കിടപ്പുണ്ട്. അതിനുവേണ്ടി നമ്മൾ വാതിൽ തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് മുഴുവൻ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. ഹല്ലേലൂയ. ഒരിക്കലും അത് ചെയ്യരുത്. നമുക്ക് പരിചിതമായ ശബ്ദമായിരിക്കാം, പരിചിതമായ മുഖമായിരിക്കാം, പരിചിതമായ സാഹചര്യങ്ങളായിരിക്കാം, പക്ഷേ
ഏത് സാഹചര്യത്തെയും വിവേചിക്കാനായിട്ടുള്ള വിവേചന ബുദ്ധി കർത്താവ് നൽകിയിട്ടുണ്ട്. ആ വിവേചന ബുദ്ധി തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കണം. ദൈവത്തിന് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പം ഡോണ്ട് ഓപ്പൺ ഡോർ ഫോർ സിൻ. അതാദ്യം വാതിൽ നമുക്കുണ്ട്, എല്ലാ വാതിലും നമുക്ക് തുറക്കാൻ പാടില്ല. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ തുറന്നു തരും. ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഡോർ തുറക്കാൻ പറ്റുന്നില്ല എങ്കിൽ ദൈവത്തെ വഹിച്ചുകൊണ്ട്, കർത്താവിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് നിൽക്കാൻ സാധിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ തുറന്നു തരും പ്രിയരെ. ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു കാര്യം നോക്കാം. നമുക്ക് 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പം 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിൽ നയമാന്റെ കാര്യമൊക്കെ നമുക്കറിയാം. അതിൻ്റെ ഒരു ഭാഗം ഞാനിങ്ങനെ വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നയമാൻ എന്ന് പറയുന്ന ഈ വ്യക്തി കുഷ്ഠരോഗിയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ 5-ാമത്തെ തിരുവചനം പറയുന്നു, ഞാൻ ഇസ്രായേൽ രാജാവ് എഴുത്തു തരാം എന്ന് അരാം രാജാവ് പറഞ്ഞു. അങ്ങനെ അവൻ 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് പുറപ്പെട്ടു. ആരെ കാണാൻ? ഏലീശ പ്രവാചകനെ കാണാൻ. ഏലീശ പ്രവാചകന്റെ അടുക്കൽ വലിയ പാരിതോഷികങ്ങളുമായിട്ട് ആര് പോകുന്നു? നയമാൻ പോകുന്നു. തൻ്റെ സമ്പത്തും എല്ലാം പറക്കിക്കൊണ്ടാണ് പോകുന്നത്. ഏലീശ പ്രവാചകൻ എന്താണ് ചെയ്തത്? അതിൽ 9-ാമത്തെ തിരുവചനം പറയുന്നു, അങ്ങനെ നയമാൻ രഥത്തോടും കുതിരകളോടും കൂടി ഏലീശയുടെ വീട്ടുവാതിൽക്കൽ വന്നു നിന്നു. ഏലീശ ആളയച്ചു, നീ ചെന്ന യോർദാനിൽ 7 പ്രാവശ്യം കുളിക്ക, അപ്പോൾ നിന്റെ ദേഹം മുമ്പിലത്തെ പോലെയായി നീ ശുദ്ധനാകുമെന്ന് പറയിച്ചു. അപ്പൊ എന്താ സംഭവിച്ചു? അപ്പോൾ നയമാൻ ഏറ്റവും ക്രുദ്ധിച്ച് പുറപ്പെട്ടു. അവൻ തന്നെ പുറത്തു വന്ന് അടുത്തു നിന്ന് തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ കൈ ആ സ്ഥലത്തിന്മീതെ ആട്ടി, ഇങ്ങനെ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. നയമാന്റെ വിചാരങ്ങൾ നല്ലതാ. കാരണം അയാൾക്ക് വിചാരിക്കാനായിട്ടുള്ള മിടുക്കുണ്ട്. കാരണം അയാളെക്കുറിച്ച് പറയുന്നതിന് വളരെ മിടുക്കനായ ഒരു വ്യക്തിയാണെന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു പരാക്രമശാലിയാണെന്നാണ് പറയുന്നത്. അങ്ങനെ പരാക്രമശാലിയായ കുഷ്ഠരോഗിയായ മനുഷ്യൻ അയാൾ വിചാരിച്ച് ഈ സാധനങ്ങളൊക്കെ ആയിട്ട് ചെന്ന് ഏലീശ പ്രവാചകന് മുമ്പിൽ ചെന്ന് നിന്ന് കഴിഞ്ഞാൽ വാതിൽ തുറന്നു തന്ന് കമോൺ കമോൺ കമോൺ. അത് നമുക്ക് എല്ലാവർക്കും ഉള്ള പാഠമാണ്. ഏലീശ എന്താ ചെയ്തത്? ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടാണ് അനുസരിച്ചത്. ഹല്ലേലൂയ. തുറന്നു കൊടുത്തില്ല വാതില്. നീ എത്ര വലിയവനാണെങ്കിലും ഏലീശയുടെ മനസ്സ്, എൻ്റെ ചിന്തയല്ല, ഏലീശയുടെ മനസ്സിൽ ഉടലത്തെ ചിന്തയാണ്, നീ ഇനി കെങ്കേമനാണെങ്കിൽ പോലും നിന്റെ മുമ്പിൽ വാതിൽ തുറന്നു തരാൻ എനിക്ക് മനസ്സില്ല. കാരണം ദൈവം വ്യക്തമായിട്ട് ഒരു വഴി കാണിച്ചു തന്നിട്ടുണ്ട്, അതിലൂടെ തന്നെ പോയാൽ മതി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ വേൾഡ്ലി ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ വേൾഡ്ലി ആയിട്ടുള്ള ഈ കാര്യങ്ങളിലേക്ക് വേണ്ടി നമ്മുടെ വാതിൽ അനാവശ്യമായിട്ട് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോർന്നു പോകുന്ന ഒരു ദൈവികത്വമുണ്ട്, നമുക്ക് ചോർന്നു പോകുന്ന ഒരു ദൈവിക ശക്തിയുണ്ട്. ദൈവത്തെ കേട്ട് അനുസരിച്ച് നമ്മുടെ യാത്ര മുന്നോട്ട് കൊണ്ടുപോയാൽ അവിടെ ഏറ്റവും ധന്യമായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും, വീണ്ടും നമുക്ക് ശോഭിക്കാൻ സാധിക്കും. അതേ സമയത്ത് നമ്മുടെ മുമ്പിൽ പാരിതോഷികങ്ങളുമായിട്ട് ഈ പറയുന്നത് പോലെ 10 താലന്ത് വെള്ളിയും 6000 ശേക്കൽ പൊന്നും 10 കൂട്ടം വസ്ത്രവും എടുത്ത് തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന നയമാനെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ട് വാതിൽ തുറന്നു, വാ എൻ്റെ സീറ്റ് നിനക്ക് തരാം, നീ ഇവിടെ ഇരുന്നോ, ഞാൻ അപ്പുറത്തോട്ട് ഇരിക്കാമെന്ന് പറയുന്ന മനോഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും അരിഷ്ടമുള്ള, ഏറ്റവും പ്രയാസകരമായ ഒരു ജീവിതമായിരിക്കും നമ്മൾ നയിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. അനാവശ്യമായിട്ട് നമ്മുടെ വാതിൽ ചിലതിന് വേണ്ടി തുറന്നു കൊടുക്കരുത്. ഈ പണം കണ്ടിട്ടോ, ഈ പാരിതോഷികങ്ങൾ കണ്ടിട്ടോ, ഈ സമ്പത്ത് കണ്ടിട്ടോ കണ്ണ് മഞ്ഞളിക്കുന്ന ഏതെങ്കിലും ശുശ്രൂഷകന്മാരുണ്ടെങ്കിൽ അത് വളരെ പ്രയാസമുള്ളൊരു ശുശ്രൂഷയായിരിക്കും. ഞങ്ങളുടെ ട്രൈബൽ മിഷനിലെ ഡോക്ടർ കെ മുരളീധർ എന്ന് പറയുന്ന ആ മാന്യ അദ്ദേഹത്തിന് ആരെന്ത് നൽകിയാലും, ഞങ്ങളുടെ അനുഭവം കൊണ്ടാ പറയുന്നത് കേട്ടോ, അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിന് സ്നേഹം കൊണ്ട് ഒരുപാട് പേര് അദ്ദേഹത്തിന് പാരിതോഷികങ്ങൾ, പക്ഷേ അദ്ദേഹം എന്ത് ചെയ്യുന്നറിയോ, അപ്പം തന്നെ അത് മിഷനിലെ ഫണ്ടിലോട്ട് കൊണ്ടങ്ങ് അടയ്ക്കും. ഞാൻ ഓർക്കുന്നു, കോവിഡ് കാലഘട്ടത്തിൽ ആനക്കട്ടിയിലെ ബദനി മെഡിക്കൽ സെൻ്ററിൽ കോവിഡ് ബാധിതനായി അദ്ദേഹവും ഏലിയാമ്മ ഡോക്ടറും കിടക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എല്ലാവരും സ്നേഹത്തോടെ നിർബന്ധിച്ചു കോവൈ മെഡിക്കൽ സെൻ്ററിലോട്ട് അഡ്മിറ്റ് ചെയ്യാമെന്ന്. സാറ് ഒരുവിധം സമ്മതിക്കുന്നില്ല. ഡോക്ടർ കെ മുരളീധർ പറയുന്നു, വേണ്ട, ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. എൻ്റെ ആശുപത്രിയിൽ ഞാൻ അനേക രോഗികളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഇതേ ആശുപത്രിയിൽ ഞാൻ കിടന്നോളാം, എനിക്ക് കോവൈ മെഡിക്കൽ സെൻ്ററോ അങ്ങനെയുള്ള കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിൽ പോണ്ട. ഹല്ലേലൂയ. ഞാൻ ഇവിടെ തന്നെ കിടന്നോളാം. അതിൻ്റെ കാര്യം എന്താണെന്ന് നമുക്കറിയാം.
കാരണം അദ്ദേഹത്തിന്റെ സമ്പാദ്യം എന്ന് പറയുന്നത് യേശു കർത്താവ് മാത്രമാണ്. അദ്ദേഹത്തിന് ലോകപ്രകാരം മറ്റൊരു സമ്പാദ്യവുമില്ല. അദ്ദേഹം പറയുന്നത്, ഞാൻ ഇവിടെ കിടന്ന് കർത്താവിൻ്റെ ഹിതം അതാണെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഞാൻ മരിച്ചോളാം, എനിക്ക് മറ്റൊരു ആശുപത്രി പോകേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തി നയിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൽ കൂടെ നിൽക്കാനായിട്ട് സാധിക്കുന്നതിന് ഓർത്ത് ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം. സമ്പത്തുണ്ടാക്കണമെങ്കിൽ അദ്ദേഹത്തിന് കോടിക്കണക്കിന് രൂപ വാരിക്കൂട്ടാമായിരുന്നു. അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു വീട് പോലും ആനക്കെട്ടിയിലില്ലായിരുന്നു. അവസാനം മിഷൻ വളരെ നിർബന്ധിച്ചാണ് അദ്ദേഹത്തിന് ഒരു വീട് പണിയുവാനായിട്ട് അദ്ദേഹം തുനിഞ്ഞത് തന്നെ. മറ്റേത് ഹോസ്പിറ്റലിന്റെ ക്വാർട്ടേഴ്സിലാണ് സാറ് താമസിച്ചിരുന്നത്. പക്ഷെ ദൈവം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നന്മയ്ക്കും കുറവ് നൽകിയില്ല. അദ്ദേഹം ഈ പറയുന്നത് പോലെ കിട്ടുന്ന പാരിതോഷികങ്ങളെല്ലാം വലിച്ചു വാരി കൂട്ടി തൻ്റെ ബാങ്ക് അക്കൗണ്ട് വീർപ്പിച്ച് കൊണ്ടുപോയിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ നാനാവിധമായി പോയനായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ വളരെ പ്രശസ്തമായ രീതിയിൽ പല രീതിയിലും സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയരെ, കാണുന്നതിനൊക്കെ വാതിൽ തുറന്നു കൊടുത്ത് വിളിച്ച് വരുത്തി അകത്ത് കയറ്റി കൈനീട്ടി വാങ്ങിക്കാൻ പാടില്ല എന്നുള്ളതാണ് കർത്താവ് ഇവിടെ നമുക്ക് നൽകുന്ന ഒരു സൂചന. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിനറിയാം നമുക്ക് എന്താ വേണ്ടെന്നുള്ളത്. ഇന്ന് വരെ ഒരു കുറവില്ലാതെ നമ്മൾ മുന്നോട്ട് നയിക്കാനായിട്ട് ദൈവത്തിന് സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള നാളുകളിൽ നമ്മളെ മുന്നോട്ട് നയിക്കാൻ എൻ്റെ കർത്താവിന് സാധിക്കും. ഡോണ്ട് എവർ ഓപ്പൺ ഡോർ ഫോർ സച്ച് തിങ്സ്. നയമാൻ പിന്നെയും വന്ന് തിരിച്ച് കുഷ്ഠമൊക്കെ മാറിയപ്പം വീണ്ടും കൊണ്ടുവന്നു. നമ്മളാണ് ഈ ചാടി വീണ് ഇത്രയുള്ള കുറച്ചും കൂടെ തന്നിരുന്നെങ്കിൽ അപ്പുറത്തും കൂടെ കൊടുക്കായിരുന്നെന്ന് പറഞ്ഞേനായിരുന്നു. അപ്പോഴും പറഞ്ഞു എനിക്ക് വേണ്ട. പ്രൈസ് ദി ലോർഡ്. ഇവിടെ പറയുന്നു, അതിൻ്റെ 16-ാമത്തെ തിരുവചനം പറയുന്നു, ഞാൻ സേവിച്ചു നിൽക്കുക യഹോവയാണ്, ഞാൻ ഒന്നും കൈക്കൊള്ളുകയില്ല എന്ന് പറഞ്ഞു. കൈക്കൊള്ളുവാൻ അവനെ നിർബന്ധിച്ചിട്ടും അവൻ വാങ്ങിയില്ല. നമ്മളൊരു 2 പ്രാവശ്യമൊക്കെ നിർബന്ധിക്കുമ്പോൾ ചിലപ്പോൾ നമ്മളൊന്ന് വീണു പോകും. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഇതിനകത്തോട്ട് ഇട്ടാൽ മതി എന്ന് പറയും. ജീസസ്, ഞാൻ കൈനീട്ടി വാങ്ങിച്ചില്ല, ഇതിനകത്തോട്ട് ഇട്ടാൽ മതി, അല്ലെങ്കിൽ എൻ്റെ അക്കൗണ്ട് നമ്പർ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഗൂഗിൾ പേ നമ്പർ ഞാൻ അയച്ചു തന്നേക്കാം, അങ്ങനെ ഇട്ടാൽ മതി. നിങ്ങളന്ന് സഭയെ വന്നില്ലേലും കുഴപ്പമില്ല, എല്ലാ മാസവും GPayയിലോട്ടൊന്ന് അയച്ചേക്കണേ, ജീവനോടെ ഇരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? നിങ്ങൾ GPay, ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, പലപ്പോഴും നമ്മൾ വേദനിക്കുന്ന കാര്യങ്ങളാണ്. GPayയിലോട്ട് എല്ലാ മാസം കൃത്യമായിട്ട് എമൗണ്ട് ഇട്ടേക്കണം. അപ്പോഴും ഞങ്ങൾക്കറിയാം നിങ്ങൾ ജീവനോടെ ഉണ്ടെന്ന്. വിളിച്ച് സംസാരിക്കാനോ വന്ന് കാണാനോ നേരമില്ല. അതുകൊണ്ട് GPay കാണുമ്പോൾ അറിയാം, ഒന്ന് കുലുങ്ങുമ്പോൾ അറിയാം ആളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതൊക്കെ ശരിയായ മാർഗമാണോ തെറ്റായ മാർഗം എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ധനത്തിന് വേണ്ടിയും എന്തെങ്കിലുമൊക്കെ പാരിതോഷികങ്ങൾക്ക് വേണ്ടിയും വാതിൽ തുറന്നു കൊടുത്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന അഭിഷേകത്തെ, നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ആ ഒരു അഭിഷേകത്തിന്റെ ആ വലിയൊരു അവസ്ഥയെ നമ്മൾ തച്ചുടച്ച് കളയരുത്. ഹല്ലേലൂയ. നന്ദിയോടെ അതിന് പറ്റിയ ആൾ പറയാൻ വന്നല്ലോ. ഗേഹസി ഓടി വന്നു, എനിക്ക് കുറച്ച് താന്നു വന്നു, കുറച്ചല്ല മൊത്തം കൊടുത്തു, പൊക്കോളാൻ പറഞ്ഞു. ജീസസ്. അവന് അതും കിട്ടി, കൂടെ കുഷ്ഠവും കിട്ടി, ആള് അവിടെ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമായിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നമ്മൾ തീർച്ചയായിട്ടും പ്രതിഫലം വാങ്ങിയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് ഒരിക്കലും ഈ സമ്പത്തിന് വേണ്ടി, നമുക്കറിയാം ഈ പലപ്പോഴും ഈ വിശുദ്ധ ഇന്നത്തെ അതിനോടനുബന്ധിച്ച് ഞാൻ ഇങ്ങനെ ഒരു കാര്യം വായിക്കുകയുണ്ടായി. ടുഡേസ് ഫാഷൻ ഈസ് ടുമോറോസ് ഔട്ട് ഓഫ് ഫാഷൻ. ഇന്ന് നമുക്കിതൊക്കെ ഭയങ്കര ഫാഷനായിട്ട് തോന്നും, നാളെ ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ. ഇതൊക്കെ ഈ കാണുന്നതെല്ലാം നാളെ ഔട്ട് ഓഫ് ഫാഷനാ. നമ്മൾ ഈ വേഷം ധരിച്ച് ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ ഇരുന്ന് 20 കൊല്ലം കഴിഞ്ഞ് ആരെങ്കിലും വീഡിയോ കണ്ടാൽ പറയും, ഓ ഇവരൊക്കെ ഇങ്ങനെയാണോ ഇരുന്നത് സഭയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ടുഡേസ് ഫാഷൻ ഈസ് ടുമോറോസ് ഔട്ട് ഓഫ് ഫാഷൻ. അതാണ് 1 കൊരിന്ത്യർ 7:31 പറയുന്നത്. ഈ ലോകത്തിന്റെ സകലതും കൃത്യമായ സമയത്ത് ഒഴിഞ്ഞു പൊക്കോളും. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും എന്തല്ല, ശാശ്വതമല്ല. ഇതൊക്കെ നമ്മൾ ഈ കിടന്ന് യുദ്ധം ചെയ്യുന്നതെല്ലാം ഈ പറയുന്ന പോലെ ശാശ്വതമായ ഒരു കാര്യം നേടാൻ വേണ്ടിയാണെന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് വേണം. ഹല്ലേലൂയ. അപ്പോൾ ഈ വെള്ളി കണ്ണും പൊന്നു കണ്ണും താലന്ത് കണ്ണും വസ്ത്രം കണ്ണും ഫാഷൻ കണ്ണും കാറ് കണ്ണും വീട് കണ്ണും കൊട്ടാരം കണ്ണും വലിയ ബിൽഡിങ്ങും കണ്ടൊന്നും ആരും ചെന്ന് വീണ് പോകരുത്, ആരും ചെന്ന് കഥവൊന്നും തുറന്നു കൊടുക്കരുതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ അങ്ങനെ തുറന്നു കൊടുത്ത് കിട്ടുന്ന അടി ആര് വാങ്ങിച്ചോണം? അവരവർ വാങ്ങിച്ചോണം. പങ്കുപറ്റാനൊന്നും ആരും വിളിച്ചേക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഡോണ്ട് എവർ ഓപ്പൺ ഡോർ അൺനെസസറി. ഇനി 3-ാമത്തെ ഒരു കാര്യം കൂടെ പറയാം. 10 മിനിറ്റും കൂടെ ഞാൻ നിർത്താം.
ഈ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാമത്തെ അധ്യായത്തിലെ സഫീറയും അനന്യാസും സഫീറയും രണ്ടുപേരെ കാണുന്നുണ്ട് അല്ലെ. അവർ ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നേടി അവർ ഭയങ്കര കൂട്ടായ്മയൊക്കെ ആചരിച്ചവരാ. എന്തോ ഒരു പ്രസംഗം, എന്തോ ഒരു പ്രവൃത്തി, എന്തോ ഒരു ശൈലിയൊക്കെ ആയിരുന്നു. പക്ഷെ കാര്യത്തോട് അടുത്തപ്പോഴത്തെ അവർക്ക് തോന്നി യുവമാർക്കെല്ലാം കൂടി ഇത് വീതം വെച്ചാൽ ശരിയാവത്തില്ല, കുറച്ച് അടിച്ചു മാറ്റി വയ്ക്കണം. ഹല്ലേലൂയ. അവിടെ പെട്ടെന്ന് പണത്തിൻ്റെതായ ഒരു ഇത് വന്നു. എൻ്റെ അക്കൗണ്ട് കുറഞ്ഞു പോകുമോ, എൻ്റെ ബാങ്ക് ബാലൻസ് ശിഥിലമായി പോകുമോ, ഞാൻ പട്ടിണിയിലായി പോകുമോ, അങ്ങനെ ഒരു സംശയത്തിന് പണത്തോടുള്ള അമിതമായ ഒരു ആസക്തി കടന്നു വരിക. ഹല്ലേലൂയ. ദ്രവ്യാഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കലും ശുശ്രൂഷയിൽ നല്ലൊരു കാര്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പം എനിക്കറിയത്തില്ല, ചിലപ്പം ഞാൻ പണ്ട് ഒരുപാട് കൺവെൻഷൻസിനൊക്കെ പ്രസംഗിക്കാൻ പോകുമായിരുന്നു. ഇപ്പം ഞാനത് ലിമിറ്റ് ചെയ്ത് വെച്ചിരിക്കുക, കൂടുതൽ മിഷൻ ഇതായിട്ടാണ് പോകുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ചിലരൊക്കെ, അബ്ദുൽ സമദ് പാസ്റ്ററൊക്കെ കൺവെൻഷനൊക്കെ പ്രസംഗിക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിനോട് ചിലർ ചോദിക്കും, എന്താണ് സാറിൻ്റെ ഫീസ്? ഒരു ഡോക്ടറിനോട് ചോദിക്കുന്ന പോലെ, സാറേ എത്രയാ ഫീസ്? അതുപോലെ പ്രസംഗിക്കാൻ എത്രയാ പാരിതോഷികം? ചിലർ പറയും, എൻ്റെ ഫീസ് ഇതാ. ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല, 10,000 എൻ്റെ ചാർജ്. പിന്നെ മ്യൂസിക് സിസ്റ്റം അതെല്ലാം കൂടെ ചേർത്ത് ഒരു 50,000 വേറെ. പിന്നെ രാവിലെ ഞാൻ കാറിലേ വരത്തുള്ളൂ, ഓട്ടോയൊന്നും എനിക്ക് പറ്റത്തില്ല, നടുവേദനയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളെയും നിങ്ങൾ പരിഗണിച്ച് വേണം എന്നെ നിങ്ങൾ ശുശ്രൂഷയ്ക്ക് നിർത്താൻ. ഈ പണത്തിൻ്റെ അഹങ്കാരം നമ്മളെ തകർത്ത് കളയും. ഇത് തന്നെയാണ് ഇവിടെ പറയുന്നത്. പത്രോസ് നല്ല മിടുക്കനായിട്ട് അവിടെ നിന്ന് അയാൾ അത് കറക്റ്റായിട്ട്, അത് വേണ്ടാതീനൊന്നുമല്ല, നന്നായിട്ട് അയാൾ ആ സിറ്റുവേഷനെ മാനേജ് ചെയ്തു. ഈ അപ്പോസ്തല പ്രവൃത്തിയിലെ പുസ്തകമൊക്കെ നോക്കുമ്പം ഏതൊരു എന്താ പറയുന്നത് സിനിമയെ പോലും വെല്ലുന്ന രീതിയിലാണ് അവിടുത്തെ കഥാപാത്രങ്ങളുടെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത്. നമ്മൾ അതിലോട്ട് അങ്ങ് ഇറങ്ങി ചെല്ലണം. മനസ്സിലായി? അത് എന്ത് ഭംഗിയായിട്ടാണ്. ആദ്യം അനന്യാസ് വരുന്നു, അനന്യാസിനെ പൊക്കുന്നു. നാടൻ ഭാഷയെ പറഞ്ഞ, എടാ എന്താ ചെയ്തത് നീ ആരെയാ പറ്റിച്ച? പരിശുദ്ധാത്മാവിന് എതിരെ വ്യാജം കാണിപ്പാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ടപ്പ്, തീർന്നു. കുറെ കഴിഞ്ഞപ്പോഴത്തേന് വൈഫ് വരുന്നു. വൈഫിനോട് ഇത് തന്നെ ചോദിച്ചത്, നീ എങ്ങനെ ഒത്തതിന്? കർത്താവിനോട് വ്യാജം കാണിക്കാൻ എങ്ങനെ നിങ്ങൾ ഒത്തത്? അവിടെ ടപ്പ്. ഭർത്താവിനെ അടക്കിയവരുടെ കാലെവിടെ ഉണ്ട്? വാതിൻ്റെ അടുക്കലുണ്ട്. അമിതമായിട്ടുള്ള ഏതൊരു ആഗ്രഹവും, പ്രത്യേകിച്ച് പണത്തോടുള്ള ആഗ്രഹം, അതിനു വേണ്ടി നമ്മുടെ ജീവിതത്തിൽ വാതിൽ തുറന്നു കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം ഏറ്റവും ദുഷ്കരമായ ഒരു ജീവിതമായിരിക്കും. ഹല്ലേലൂയ. പണം ആവശ്യമാണെന്നുള്ളത് നമ്മളെക്കാൾ നന്നായിട്ട് കർത്താവിനറിയാം. നമ്മുടെ ദൈനംദിന ശുശ്രൂഷകൾക്ക്, നമ്മുടെ മിനിസ്ട്രിക്ക്, നമ്മുടെ ആവശ്യങ്ങൾക്ക് പണം വേണമെന്നുള്ളത് അറിയാം. പക്ഷേ ആ പണത്തിന് വേണ്ടി നമ്മൾ കാണിക്കുന്ന, ഇവിടെ ഇരിക്കുന്നവർ കാണിക്കുന്നതല്ല, ഏതെങ്കിലും ഒരു വ്യക്തി കാണിക്കുന്ന ഹീനമായ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ ആ വാതിൽ എന്ന് പറയുന്നതിന് തൊട്ടു മുമ്പിൽ വേർത്തം കാത്തു കിടപ്പുണ്ട്. നമ്മളെ തകർത്ത് കളയുന്ന ഒരുത്തൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പാപത്തിന് വേണ്ടി നിങ്ങൾ ഒരിക്കലും വാതിൽ തുറന്നു കൊടുക്കാൻ പാടില്ല. മുട്ടിക്കൊണ്ടിരിക്കുക. 2, ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളും കാണിച്ചുകൊണ്ട് നമ്മളെ പ്രലോഭിപ്പിച്ചുകൊണ്ട് പുറത്ത് നിന്ന് വാതിൽ കൊട്ടിക്കൊണ്ടിരിക്കുക. നയമാൻ നിന്ന് വാതിൽ കൊട്ടിക്കൊണ്ടിരിക്കുക. നീ എന്നെ സുഖപ്പെടുത്തിയ എനിക്കുള്ളതെല്ലാം നിനക്ക് തരാം. നമ്മളെന്താ പറയുന്നത്? എനിക്കൊന്നും തരണ്ട, എൻ്റെ കർത്താവ് നിന്നെ സുഖപ്പെടുത്തുന്നെങ്കിൽ നീ സുഖം പ്രാപിക്കും. അല്ലാതെ നിന്റെ കയ്യിലുള്ള പാരിതോഷികങ്ങൾ വാങ്ങിച്ചല്ല നിനക്ക് കർത്താവ് എന്ത് തരുന്നു എന്നുള്ളത് നിശ്ചയിക്കുന്നത്. 3, പണത്തിന് മേലുള്ള ആസക്തി. ഹല്ലേലൂയ. അമിതമായ ധനത്തോടുള്ള ആർത്തി, എണ്ണം പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ആ ഒരു മനോഭാവം, ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളോടുള്ള അമിതമായ ആസക്തി, ഇതെല്ലാം ഒരിക്കലും ദൈവത്തോട് ആ ഫെല്ലോഷിപ്പ്, ആ ദൈവത്തോടുള്ള ഫെല്ലോഷിപ്പിനോട് ഉള്ള ഏറ്റവും വലിയ, അത് നമ്മളെ വിച്ഛേദിക്കുന്ന ആ ഒരു ഐക്യത്തെ, യേശു കർത്താവുമായിട്ടുള്ള ഫെല്ലോഷിപ്പിനെ തകർക്കുന്ന കാര്യങ്ങളാണിതെല്ലാം. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, മണി 12 ഇനി തുറക്കേണ്ടുന്ന വാതിലുകളുണ്ട്, അത് പിന്നെ സംസാരിക്കാം. അതിപ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഇവിടെ കംപ്ലീറ്റ് പ്രശ്നമായി മാറും. ഹല്ലേലൂയ. എന്തു തന്നെയായാലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ നമുക്ക് പുഷും പുള്ളും അറിയാതെ നമ്മൾ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ, അല്ല ആരെങ്കിലും, ഞാൻ പറഞ്ഞു കൊടുക്കാറ്, എൻ്റെ ക്ലിനിക്കിൽ കിടന്ന് തള്ളുമ്പോൾ പേടി കൊണ്ടാണെങ്കിലും ഞാൻ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ തള്ളിയാൽ മതി, വലിക്കല്ലേ. അപ്പുറത്ത് നിന്ന് വലിക്കുമ്പോൾ ഞാൻ പറയും തള്ളിയാൽ മതി നിങ്ങൾ, എന്ന് വെച്ചാൽ അതെനിക്ക് പേടി, എല്ലാം കൂടെ തകർന്ന് താഴെ പോകും. ഇനി കൂട്ടത്തിൽ ഞാനും കൂടെ തള്ളുകയാണെങ്കിൽ എല്ലാം ഒടിഞ്ഞ് താഴെ പോകത്തില്ലേ? ഇത് തന്നെയാണ് പല സഭകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.
ഒരു കൂട്ടം ജനം തള്ളും, കൂടെ നിന്ന് തള്ളും. വലിക്കേണ്ട സ്ഥലത്ത് തള്ളിക്കൊണ്ടിരിക്കുക. തള്ളോടെ തള്ളു. ജീസസ്. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കുറച്ച് തമാശയൊക്കെ കലർത്തി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നെങ്കിലും മനസ്സിൽ കിടക്കട്ടെ ഇതൊക്കെ. പ്രൈസ് ദി ലോർഡ്. പിന്നെയെങ്കിലും പുഷും പുള്ളും കാണുമ്പോഴെങ്കിലും ഓർക്കുമല്ലോ ഇയാൾ അവിടെ നിന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പോഴും പിന്നും കൺഫ്യൂഷനാ, പുഷിയാണോ പുള്ളിയാണോ എന്ന്. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ സ്തുതിക്കുന്ന, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായിട്ട് അങ്ങ് വാഴ്ത്തുന്നു. ദൈവം നൽകിയിട്ടല്ലാതെ ഞങ്ങൾക്കൊന്നും തന്നെ ലഭിച്ചിട്ടില്ല കർത്താവേ. അവിടുന്ന് തന്നെയാണ് വാതിൽ കർത്താവേ. അങ്ങിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടുമെന്ന ദൈവത്തിൻ്റെ വചനം ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ ഇന്ന് ഈ പകൽക്കാലം കർത്താവേ, മധ്യാഹ്ന വേളയിൽ ഞങ്ങളെല്ലാവരും ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് തുറന്നു തരുന്ന പുതിയ വാതിലുകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അതേ കർത്താവേ, ഇത്രയും നാള് പലപ്പോഴും ഞങ്ങൾ ശ്രമിച്ചിട്ട് ചില വാതിലുകളെ ഞങ്ങൾക്ക് തുറക്കാൻ സാധിച്ചില്ല. ചില സാഹചര്യങ്ങൾക്ക് ഞങ്ങൾക്ക് മറികടക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ പ്രയാസം മനസ്സിലാക്കി, ഞങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി, ഞങ്ങളുടെ ബലഹീനത മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി ചില വാതിലുകൾ ഈ വർഷം സ്വതവേ അങ്ങ് തുറന്നു തരാൻ പോകുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രൈസ് ദി ലോർഡ് കർത്താവേ. ഈ ലൈഫ് ഫെലോഷിപ്പ് സഭയെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ചില വാതിലുകൾ നീ തുറക്കാൻ പാടില്ല എന്ന് ഇന്ന് രാവിലെ സമയത്ത് കർത്താവ്, അതേ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, അതേ കർത്താവേ, അപ്രകാരം ചില വാതിലുകളുടെ നേരെ മുഖം തിരിച്ചു നിൽക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഓരോ ജനത്തെയും ബ്ലസ് ചെയ്യണമേ കർത്താവേ. അവരോരുത്തരും അങ്ങയുടെ സാക്ഷികളായിട്ട് യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. തുടർന്നുള്ള ശുശ്രൂഷകളെല്ലാം തിരുസാന്നിധ്യം കൂടെ ഇരിക്കണമേ കർത്താവേ. നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, അങ്ങ് ആശ്വസിപ്പിക്കുന്നതിനായിട്ട് ബലപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. മഹത്വമെല്ലാം അങ്ങെടുക്കണം യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. ജീസസ്.